സങ്കീർത്തനം പ്രസിദ്ധമായ ഒരു സങ്കീർത്തനമല്ല. സാധാരണ സങ്കീർത്തന വിരോധികൾ ഈ സങ്കീർത്തനം പറഞ്ഞ് പലപ്പോഴും അവരെ നമ്മൾ നിരാശപ്പെടുത്താറുണ്ട്. സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ കണ്ടോ എന്നൊക്കെ ചോദിച്ച് നിരാശപ്പെടുത്തുന്ന സങ്കീർത്തനം. ഇതിൻ്റെ ആദ്യ ഭാഗമൊക്കെ വായിക്കുമ്പോൾ വലിയ പ്രയാസമുള്ള ഭാഗങ്ങളാണ്. ശാപസങ്കീർത്തനം എന്നാണ് ഇതിനെ പറയുന്നത് തന്നെ. സങ്കീർത്തനങ്ങളിൽ കുറേ ശാപസങ്കീർത്തനങ്ങളുണ്ട്. ആ ശാപസങ്കീർത്തനങ്ങളുടെ കൂട്ടത്തിലെ ഒടുക്കത്തെ ശാപസങ്കീർത്തനമാണ് ഈ 109ാമത്തെ സങ്കീർത്തനം. ശാപസങ്കീർത്തനമായിട്ട് അതിന് പേര് തന്നെ അറിയുന്നത്, ശാപം. അതിൽ കുറേ മുട്ടിഞ്ഞു പോകട്ടെ പറയുന്ന വാചകങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. ഭയങ്കര കട്ടിയായിട്ടുള്ള ശാപമാണ് പറയുന്നത്. ഇത്രയും ഗൗരവമായിട്ട് ശാപം പറയുമെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ആ വിധത്തിലുള്ള കഠിനമായ ശാപം പറയണേ. ഒരു ദുഷ്ടനെ വരാവുന്ന ശാപങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു പ്രാർത്ഥനയായിട്ട് ഇതിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സങ്കീർത്തന വിരോധികൾ എന്ന് പറയും ഇത് പുതിയ നിയമ ഉപദേശത്തിന് വളരെ വിരോധമായ ഒരു സംഗതിയാണ്. ഒരിക്കലും സങ്കീർത്തനങ്ങൾ വായിക്കരുത്, അത് നമുക്ക് ചേർന്നതല്ല എന്നൊക്കെ പറഞ്ഞവർ പറയും. ഞാൻ ആ കൂട്ടത്തിലല്ല കേട്ടോ. കാരണം എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസീയമാണെന്നുള്ള വിശ്വാസ പ്രമാണം കൊണ്ട് നടക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് എല്ലാ തിരുവചനവും എനിക്ക് പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ബൈബിളിലെ എല്ലാ അധ്യായവും ഞാൻ വായിച്ച് സഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ സങ്കീർത്തനങ്ങൾ മാത്രമല്ല, പഴയ നിയമം പുതിയ നിയമം എല്ലാം എനിക്ക് പ്രിയപ്പെട്ടതാണ്. എന്താ ഇതിന് കാരണം എന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന തിരുവെഴുത്തിൻ്റെ അകത്ത് ഒരു ആത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് തന്നെയാണ് ഈ സങ്കീർത്തനവും എഴുതിച്ചത്. അതിനകത്തൊരു ആത്മാവ് കിടക്കുന്നുണ്ട്. ആ ആത്മാവ് നമ്മളോട് സംവാദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ എഴുതിയ വരികൾക്കപ്പുറത്ത് പല കാഴ്ചകളും ദർശനങ്ങളും നമുക്ക് കിട്ടും. അതാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. ഏത് വാക്യം വായിക്കുമ്പോഴും ഏത് സങ്കീർത്തനം വായിക്കുമ്പോഴും കർത്താവേ ഇതിൻ്റെ ആത്മാവിനെ ഒന്ന് വെളിപ്പെടുത്തി തരണമേ, ആ ആത്മാവ് എന്നിലേക്കൊന്ന് ക്രിയ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അത് നമ്മളോട് സംസാരിക്കാൻ ഇടവരും. മറ്റൊന്ന്, ഈ സങ്കീർത്തനത്തിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്. ഇത് ഇസ്കരിയോത്ത യൂദയുടെ സങ്കീർത്തനം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇസ്കരിയോത്ത യൂദയുടെ സങ്കീർത്തനമായിട്ട് ഇതിനെ അറിയപ്പെടാറുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, പത്രോസ് യൂദയെക്കുറിച്ച് പറയുന്ന ഭാഗം അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ഈ സങ്കീർത്തനത്തിൽ ഒരു വാചകം കോട്ട് ചെയ്തിട്ടുണ്ട്. 8-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം, അവൻ്റെ സ്ഥലം ഇല്ലാതെ ആയിപ്പോട്ടെ എന്നൊക്കെ പറയുന്ന ആ ഭാഗം. ആ വാക്യം ഒന്ന് വായിച്ച് 8-ാമത്തെ വാക്യം, 8-ന്റെ അവസാന ഭാഗം. അവന്റെ സ്ഥാനം മറ്റൊരുത്തനായി പോട്ടെ അല്ലേ? അത് പത്രോസ് പറയുന്നുണ്ട് യൂദയെക്കുറിച്ച് പറയുന്ന സമയത്ത്. അതുകൊണ്ട് ഈ സങ്കീർത്തനം യൂദയുടെ സങ്കീർത്തനമായിട്ട് പറയാറുണ്ട്. അങ്ങനെ ഒരു കാഴ്ചപ്പാടോടുകൂടി കാണുകയാണെങ്കിൽ യൂദയ്ക്ക് വരാൻ പോകുന്ന ശാപങ്ങളെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന ഒരു ചിന്ത ഇതിൽ കാണാനായിട്ട് കഴിയും. അങ്ങനെ വിശദീകരണം കൊടുക്കുന്ന ധാരാളം പേരുണ്ട്. ഞാൻ ഈ കൂട്ടത്തിലൊന്നുമല്ല. ഈ വിശദീകരണമൊന്നുമല്ല എന്നിലേക്ക് പകർന്ന പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നത് ഇതൊന്നുമില്ല. ഇതിൻ്റെ മറ്റൊരു ഭാഗം കൂടെ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം വിട്ടിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ വെറുതെ ഒന്ന് പ്ലെയിനായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കാവുന്ന ഒരു ചിന്തയുണ്ട്. ആ ചിന്ത മറ്റൊന്നുമല്ല, ഒരു വ്യക്തി, ഒരു ഭക്തൻ, ആ ഭക്തന്റെ പ്രത്യേകത ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിൽ പറയുന്നൊരു ഭാഗമാണ്, ഞാനോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ. അത് മാത്രമാണോ, ഞാൻ ഉപവസിക്കുന്നു, എൻ്റെ കാലൊക്കെ വിറയ്ക്കാൻ തുടങ്ങിയെന്ന് പറയുന്നത്. അങ്ങനെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തൻ, ആ ഭക്തന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നിരിക്കുന്നു പറഞ്ഞാൽ ഒരു ശത്രു, ഒരു ദുഷ്ടൻ തന്നോട് പോരാടിക്കൊണ്ടിരിക്കുക. അത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് അത്ഭുതം തോന്നുന്നത്. അത് മാനസാന്തരപ്പെടാത്ത വ്യക്തിയല്ല, അല്ലെങ്കിൽ കൃപയിലില്ലാത്ത വ്യക്തിയല്ല, ആ മനുഷ്യനും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. അതിനകത്ത് പറയുന്നുണ്ട്, 7-ാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, അവന്റെ പ്രാർത്ഥന പാപമായി തീരട്ടെ എന്ന് പറയുന്ന ശാപവാക്കുകളുടെ കൂട്ടത്തിൽ അത് പറയുന്നുണ്ട്. അവന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എൻ്റെ ശത്രു അവനും പ്രാർത്ഥിക്കുന്നവനാ. അവ പ്രാർത്ഥിക്കുന്ന ഒരാള്, നന്നായി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് പ്രതികൂലമായി മാറിയിരിക്കുക. എന്തൊക്കെ ചെയ്തു കൂട്ടുന്നറിയോ? എന്താ ഈ പ്രശ്നം എന്നറിയോ? ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഉപവസിക്കുന്ന മനുഷ്യനെ തിരിച്ചറിയാൻ വേണ്ടി ഞാൻ അങ്ങനെ രണ്ടും പറയാം. ഒരാൾ പ്രാർത്ഥിക്കുന്ന ആൾ, മറ്റൊരാൾ ഉപവസിക്കുന്ന ആളായിട്ട് മാറ്റാണ്. അപ്പോൾ ഉപവസിക്കുന്ന ആൾക്ക് നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുക. നോക്കണേ, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നു, സ്നേഹത്തിന് പകരം ദേഷ്യം പെരുമാറുന്നു, സ്നേഹത്തിന് പകരം ദേഷ്യപ്പെട്ട് സംസാരിക്കുക, സ്നേഹത്തിന് പകരം വൈര്യം കാണിക്കുന്നു, കാണുമ്പോൾ തന്നെ മുഖം വീർപ്പിച്ച് കാണിക്കുക. കൂട്ടായ്മയ്ക്ക് വരുന്ന ഒരാൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, എന്തായിരിക്കും സിറ്റുവേഷൻ എന്ന് ആലോചിച്ച് നോക്കി. ദേഷ്യവാക്കുകൾ പറയുന്നു,
കാരണം കൂടാതെ, ഇത് കാരണമൊന്നും റീസണൊന്നുമില്ല കൂടാതെ പൊരുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് എങ്ങനെ ഈ പിണക്കം വന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല. ഒരു കാരണവുമില്ല, ഒരു റീസണും ഇല്ലാതെ ഇങ്ങനെ പ്രശ്നം വന്നിരിക്കുക. ഇങ്ങനെയൊക്കെ വന്നാലത്തെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം ഞാൻ യൂതയുടെ കാര്യമൊക്കെ വിട്ട് കേട്ടോ. അതിന് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇതെന്താ പറയാൻ കാരണം എന്ന് പറയും. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങൾ നമുക്കും സംഭവിക്കാറുണ്ട്. ഒരു കണക്കിൽ പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ പ്രിയപ്പെട്ടവർ നമ്മളെ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് സംഗതികൾ കൊണ്ടുപോകണം, അല്ലേ? ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഒരു സന്ദർഭം ഞാൻ വേണമെങ്കിൽ പറയാം. ഇസ്ഹാക്ക് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട മോനായ ഏശാവിനോട് പറഞ്ഞു, നിന്നെ എനിക്ക് അനുഗ്രഹിക്കണം, എൻ്റെ മനസ്സൊന്ന് നിറഞ്ഞിട്ട് നിന്നെ ഒന്ന് അനുഗ്രഹിക്കാൻ വേണ്ടി നീ എനിക്ക് പ്രിയപ്പെട്ട ഭക്ഷണം കൊണ്ടുവന്ന് തരണം, വേട്ടർച്ചി കൊണ്ടുവന്ന് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഏശാവ് വേട്ടർച്ചിക്ക് പോയി. അവൻ നന്നായി ക്ഷീണിച്ച് വിശന്ന് എന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് പാടുപെട്ട് വേട്ടർച്ചിയും കൊണ്ടുവരുന്ന സമയത്ത് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അതിന് തൊട്ടു മുമ്പ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരേ ഉദരത്തു നിന്ന് പോന്ന, അല്ലേ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, ഒരുമിച്ച് നിൽക്കണ്ട യാക്കോബ് ഒരു ചതി ചെയ്തു. അപ്പം പറഞ്ഞു, ഇനി ഒരു അനുഗ്രഹം പോലും ബാക്കിയില്ല എന്ന് പറയുന്ന സമയത്തുണ്ടാകുന്ന ഒരു അനുഭവമുണ്ട്. ആ അനുഭവം ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് എൻ്റെ അവസാന ഭാഗം. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ മുറിഞ്ഞിരിക്കുന്നു. അപ്പൊ ഹൃദയത്തിനുണ്ടാകുന്ന പല അവസ്ഥകളാണ് ഇന്ന് ഈ സങ്കീർത്തനത്തിലൂടെ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഈ ഭക്തന് പറ്റിയിരിക്കുന്നത്, സങ്കീർത്തനത്തിലെ ഭക്തന് പറ്റിയിരിക്കുന്നത് ഹൃദയം മുറിഞ്ഞിരിക്കുന്നു. ഏശാവിന്റെ ഹൃദയത്തിൽ സംഭവിച്ച കാര്യം നമുക്ക് വായിക്കുകയാണെങ്കിൽ 55-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു. എത്ര വേദന അപ്പം അനുഭവിക്കാമെന്ന് ആലോചിച്ച് നോക്കി. എല്ലാം തയ്യാറായി വന്ന് അവസാനം വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ ചതിച്ചു. തൻ്റെ സ്വന്തം സഹോദരൻ തന്നെ ചതിച്ചിരിക്കുന്നു. ഹൃദയം വേദനപ്പെടുക നമ്മുടെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ലേ? ഹൃദയം വേദനപ്പെടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ കാര്യമല്ല പറയുന്നത്, മനോവേദനയെക്കുറിച്ചാണ് പറയുന്നത്. എന്നാലും അവൻ എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ എന്ന് ചോദിക്കുന്ന ഒരു വിമിഷ്ടമൊക്കെ അടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വല്ല് കടിക്കുകയും ആകെ നമ്മളെ വ്യസനിച്ചു പോകുന്നൊരു കാര്യമുണ്ട്, വേദനപ്പെടുന്നൊരു അനുഭവമുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുക, എൻ്റെ ജീവിതത്തിൽ വന്ന അനുഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തത് പറയുക, ഇതുപോലെയുള്ള അനുഭവങ്ങൾ വന്നപ്പോൾ പറയുക, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ മുറിഞ്ഞിരിക്കുന്നു. ആരോ കത്തി വെച്ച് മുറിച്ചതുപോലെ തോന്നുക. എന്നാലും അവൻ എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ? ആ ദേഷ്യത്തിലാണ്, ഹൃദയം മുറിഞ്ഞപ്പോൾ ഉണ്ടായ വേദനയിലാണ്. അങ്ങനെ എന്നെ ദ്രോഹിക്കുന്നവരോട് അവനൊരു ദുഷ്ടനായി മാറിയില്ലേ? ദുഷ്ടന് വരുന്ന ശാപമൊക്കെ അവന്റെ തലയിൽ വരില്ലേ എന്ന് ഓർത്തിട്ട് അതങ്ങ് എണ്ണിപ്പറക്കി പറഞ്ഞതാ ഈ സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ. അത്രേ ഉള്ളൂ ആ സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാവാം, നമ്മുടെ ജീവിതത്തിൽ വേദന ഉണ്ടാകാം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് സങ്കീർത്തനം പറയുന്നുണ്ട്. ശപിക്കൊന്നും വേണ്ടെന്ന്, പകരം ഞാനോ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, അവനെ ദ്രോഹിക്കാൻ പോകണ്ട, മറ്റൊരു തീരുമാനം എടുക്കണ്ട. എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്താ ഗുണം? അത് അവസാനത്തെ വാക്യത്തിൽ പറയുന്നത്, 31-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവൻ എളിയവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുവാൻ അവന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അതുപോലെ പ്രാർത്ഥനയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്ന ആളെ തലതിരിഞ്ഞു പോയത്, എനിക്ക് ആരും സപ്പോർട്ടില്ല എന്നൊക്കെ പറയുന്ന ഹൃദയവേദനയിൽ നിൽക്കുക. ഇനി ആരാ എനിക്കുള്ളത്? ഇവനും എന്നെ വിട്ടുപോയില്ലേ എന്നൊക്കെ പറയുന്ന ആ വേദനപ്പെട്ടിരിക്കുമ്പോൾ മുറിഞ്ഞിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു ദർശനം കിട്ടും. അതാണ് സങ്കീർത്തനക്കാരന് അവസാനം കിട്ടിയ ദർശനം. എന്താ ദർശനം എന്നറിയാമോ? അവൻ പ്രാർത്ഥിച്ചിട്ടും പോരാന്ന് തോന്നി ഉപസിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ വെളിപ്പാട് കിട്ടി. എന്താ വെളിപ്പാട്? നിന്റെ വലത്തുഭാഗത്ത് ആര് വന്ന് നിൽക്കുന്നു? ഇവിടെ കർത്താവ് വന്ന് നിൽക്കുന്നു. ദൈവമക്കളെ, ഹൃദയം മുറിയുന്ന സമയത്ത്, വേദനപ്പെടുന്ന ഈ വേളയിൽ, ഈ പ്രയാസങ്ങളും കഷ്ടങ്ങളും അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. അവന് ശാപം വരാൻ വേണ്ടി അല്ല പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, എൻ്റെ ഈ അവസ്ഥയ്ക്ക് പരിഹാരം വരുത്താൻ എനിക്ക് തുണയായി അങ്ങ് വരണമെന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. അവൻ അടുത്തു വന്ന് നിൽക്കും. പ്രതിയോഗിയായ പെനീന ഹന്നയെ വ്യസനിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അവളുടെ മനസ്സ് മുറിഞ്ഞു. അവൾക്ക് പറയാനുള്ള വാക്ക്, മനോവിഷമമുള്ള സ്ത്രീയായിട്ട് അവൾ മാറി. മനസ്സിനത് മുറിവ്, വേദനയായി, വിഷമമായി അത് മാറി. അവളും അവസാനം കണ്ടെത്തിയൊരു മാർഗമുണ്ട്, മറ്റൊന്നുമല്ല. അവൾ പോയി ആലയത്തിൽ പോയിരുന്ന നിലവിളിച്ച് ഹൃദയം പകർന്നു കൊടുത്തു. ദൈവത്തോട് പകർന്നു. അവളുടെ ഹൃദയം പകർന്നപ്പോൾ
ആ വേദനയ്ക്ക് പരിഹാരമായിട്ട് അന്ന് അതുവരെ ഇല്ലാത്തൊരു അനുഭവം ആലയത്തിൽ സംഭവിച്ചു. ആലയത്തിൽ ദർശനമേറെയില്ലായിരുന്നു, വെളിപ്പാടില്ലായിരുന്നു, ദൈവസാന്നിധ്യം അവിടെ വരുന്നില്ലായിരുന്നു, വിളക്ക് കെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആലയം. പക്ഷേ മനോവിഷമത്തോടുകൂടെ ഒരു ഹന്ന പ്രാർത്ഥിച്ചപ്പോ അവിടെ തിരുസാന്നിധ്യം ഇറങ്ങി വന്നു, അവളുടെ അടുത്ത് വന്ന് അവളെ ആശ്വസിപ്പിച്ചു. പിന്നെ അവൾ വ്യസനിച്ചില്ല എന്ന് നമ്മൾ വായിക്കുന്നത്. അവളുടെ മുഖം പിന്നെ വാടിയില്ല എന്നാ വായിക്കുന്നത്. ഇതിന് കാര്യം മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ വേദനകൾ വരാം, മനസ്സ് മുറിയാം, ഹൃദയം വേദനപ്പെടാം. എന്നാൽ ഒരു കാര്യമുണ്ട്, പ്രാർത്ഥിക്കാൻ നമുക്ക് തീരുമാനിച്ചാൽ ആ പ്രാർത്ഥനയുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന എൻ്റെ ആത്മപ്രിയൻ, എൻ്റെ പ്രാണപ്രിയൻ, അവൻ അടുത്തു വന്നാൽ മതി. അവനൊന്ന് വന്ന് തൊട്ടാൽ നമ്മുടെ വിഷമം മാറും, നമ്മൾ ഒറ്റപ്പെടുകയില്ല, നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഒന്നാമത് ഹൃദയം മുറിഞ്ഞിരിക്കുന്ന കാര്യം പറഞ്ഞു. രണ്ടാമത്തെ കാര്യം പറയാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. അത് 34 സങ്കീർത്തനം 18 വാക്യത്തിൽ പറയുന്നുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക്, മുറിഞ്ഞു കഴിഞ്ഞാൽ നുറുങ്ങും, കഷ്ണാവും. ഹൃദയം ഒന്ന് നുറുങ്ങിയ കഷ്ണം പോലെ ആയ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഉദാഹരണം വേണമെങ്കിൽ പറയാം. അതൊന്ന് വായിച്ചു തരണേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 21-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. പൗലോസ് പറയുക, അപ്പോസ്തല പ്രവൃത്തി 21:13. നിങ്ങൾ കരഞ്ഞ് എന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്തെന്ന് ചോദിച്ചു. ഞാൻ ഈ 2 വാക്യം കൂടെ ഒരുമിച്ച് വായിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആശയക്കുഴപ്പമുണ്ട്. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തുറന്നവരെ അവൻ രക്ഷിക്കുന്നു എന്നുള്ള വാക്യം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും വേദനിപ്പിച്ചു, വ്യസനിപ്പിച്ചു, ഏശാവിന് സംഭവിച്ചതുപോലുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നിട്ട് ഹൃദയം അങ്ങ് മുറിഞ്ഞ കാര്യമാണെന്ന് ചിന്തിക്കുന്നത്. എന്നാൽ ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെയല്ല. ഇവിടെ പൗലോസ് പറയുന്ന ഹൃദയം തകർന്നെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയും? അവരുടെ സ്നേഹം കണ്ടിട്ടാണ്. അവര് കരയുക, പൗലോസിന്റെ യാത്ര അയക്കുമ്പോൾ കരയുക. അപ്പൊ പൗലോസ് കണ്ടത് എന്താണെന്നറിയാമോ? അവരുടെ ആത്മാർത്ഥമായ സ്നേഹമാ. ഈ സ്നേഹം നമ്മൾ തകർത്തുകളെ. മനസ്സിലായി വിചാരിക്കുക, ആത്മീയർക്ക് പെട്ടെന്ന് ബൾബ് കത്തും. കാര്യം മനസ്സിലായോ? ദൈവമക്കളെ, ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളൊന്ന് കാണണം. നമ്മളൊന്ന് ധ്യാനിക്കുന്ന സമയത്ത് ക്രിസ്തുവിന്റെ സ്നേഹം അറിയുമ്പോൾ, അനുഭവിക്കുമ്പോൾ നമ്മൾ അറിയാതെ കരഞ്ഞ് ഹൃദയം തകർന്നു പോകാറുണ്ട്. ഞാൻ ഒത്തിരി തകർന്നു പോയത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതിനു ശേഷം. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതിനു ശേഷം ദൈവങ്ങളെ വിശ്വാസികളായിരിക്കുമ്പോൾ ഉണ്ടായ അനുഭവമൊന്നും അല്ല കേട്ടോ. ദൈവവേലയ്ക്ക് ഇറങ്ങണമെന്ന് ഞാൻ പറയുന്നതിന് കാരണം അതാ. ദൈവസ്നേഹത്തിന്റെ അനുഭവങ്ങൾ സഹിക്കാൻ പറ്റാതെ അവസാനം ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്, കർത്താവ് എന്നെ ഇത്ര സ്നേഹിക്കല്ലേ, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ നിലവിളിച്ചിട്ടുണ്ട്. ഹൃദയം മുറിഞ്ഞങ്ങ് തകരുകയാണ്. അതാണ് പറയുന്ന അനുഭവം, താങ്ങാൻ പറ്റാത്ത അനുഭവങ്ങൾ. ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മധ്യത്തില് എന്ത് ചെയ്യണമെന്നറിയാത്ത ഘട്ടങ്ങളിലൊക്കെ കർത്താവ് സഹായിച്ച അത്ഭുത വിധങ്ങള് സാക്ഷ്യം പറയാൻ പോയാൽ അങ്ങ് നീണ്ടുപോകും. ഒരെണ്ണം വേണമെങ്കിൽ പറയാം, ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതൊക്കെ തന്നെയാണ്. പ്രാർത്ഥന തുടങ്ങി പുതിയ വേല സ്ഥലത്ത് ചെന്നിട്ട് ഒരു വീട് കിട്ടി, ഒരു പഴയ വീട്, പൊളിഞ്ഞു വീഴാറായ പോലത്തെ ഒരു വീട്. മഴ പെയ്താൽ ചോരും, ഓടുവരികയാണ്. അതിൻ്റെ ഒരു മുറി മാത്രം സിമെന്റ് ഇട്ടിട്ടുള്ളൂ, ഒരു റൂം മാത്രം സിമെന്റ് ഇട്ടിട്ടുള്ളൂ, മറ്റു റൂമൊന്നും സിമെന്റ് ഇല്ല. അത് ഈ ചാണകം മെഴുകി വെച്ചിരിക്കുക. അടുക്കളയൊക്കെ അങ്ങനെയാണ്. അപ്പോൾ കിടക്കണമെങ്കിലും ഈ നല്ല മുറി വന്ന് കിടക്കണമെങ്കിൽ അവിടെ കട്ടിൽ കൊടുത്തിട്ട് കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് വരുന്നവർ ഇരിക്കാനൊന്നും സ്ഥലം കിട്ടില്ല. അപ്പോൾ കട്ടിലിടാൻ മേടിക്കില്ല, പറ്റില്ല. അപ്പോൾ നിലത്ത് വേണം കിടന്നുറങ്ങാൻ. അങ്ങനെയാ സുശേഷ വേലയ്ക്ക് വേണ്ടി ആ സ്ഥലത്ത് കിട്ടിയത് മതിയെന്ന് ഓർത്ത് അവിടെ തുടങ്ങട്ടെ എന്ന് ഓർത്ത് തുടങ്ങി. ആദ്യത്തെ പ്രാർത്ഥന വെച്ചപ്പോൾ കർത്താവ് 6 പേരെ അവിടെ കൊണ്ടുവന്നിരുത്തി. അങ്ങനെ ഞാൻ സഭായോഗമൊക്കെ തുടങ്ങി. ഒത്തിരി മാസങ്ങൾ അവിടെ പയനീർ വർക്ക് നടത്തി, ദിവസവും പോയി ട്രാക്ട് കൊടുത്തും സുശേഷം പറഞ്ഞും നടന്നതിന് ശേഷമാണ് ഒരു ഡേറ്റ് തീരുമാനിച്ച് യോഗം തുടങ്ങിയത്. ഈ വീടൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് വന്നപ്പോൾ എൻ്റെ വേഴ്സ് കാലിയായിപ്പോയി. വരുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം. അന്ന് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി 6 പേർക്ക് 10 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി. ഞങ്ങൾ 8 പേര് കഴിച്ചു. 6 പേര് വന്നവർ ഞങ്ങൾ 2 പേരും കൂടെ 8 പേര് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അന്ന് രാത്രിക്കുള്ള ഭക്ഷണമുണ്ട്. അന്നൊരു സ്വത്രാഴ്ചയൊക്കെ എടുത്തു. സഭായത്തിന്റെ ഭംഗി അനുസരിച്ച് സ്വത്രാഴ്ചയൊക്കെ ആയിക്കോട്ടെ എന്ന് എടുത്തു. എല്ലാം കഴിഞ്ഞ് സഭായം കഴിഞ്ഞു പോയി. ഞാൻ സ്വത്രാഴ്ച കഴിഞ്ഞ് നോക്കിയപ്പോൾ 55 രൂപയുണ്ട്. 55 രൂപയില് 19-20 രൂപ കിട്ടും ഞങ്ങൾ തന്നെയാണ്. അപ്പൊ അതിന്റെ ബാക്കി കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ വന്നവരുടെ കപ്പാസിറ്റി നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. ഞാൻ ഓർത്ത്, കർത്താവേ, ഈ 55 രൂപയും വെച്ചോണ്ട് അടുത്ത ആഴ്ച ഭക്ഷണമൊക്കെ കൊടുക്കണ്ടേ, ഒരാഴ്ച ജീവിക്കണ്ടേ, എന്ത് ചെയ്യണമെന്നൊക്കെ ഓർത്ത് വിഷമിച്ച് കരയുന്ന ആ നിലത്ത് കിടക്കുക. ആ സമയത്ത് ആരോ വന്ന് അവിടെ വിളിച്ചു.
വിളിച്ചപ്പോൾ ഒരു പരിചയമില്ലാത്തൊരു മനുഷ്യൻ വന്നിട്ടുണ്ട്. ആ മനുഷ്യൻ ഒരു സ്കൂട്ടർ ഓടിച്ചാൽ വന്നേക്കണം, ബൈക്ക് ഓടിച്ച് വന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ചാക്ക് അരിയും കൊണ്ട് വെച്ചിട്ട് വന്നേക്കണം. ഒന്ന് പരിചയപ്പെട്ടു. അപ്പോൾ പറഞ്ഞു, ഞാനൊരു വിശ്വാസിയാണ്, കുറച്ച് ദൂരത്താണ് താമസിക്കുന്നത്. ഇവിടെ ഒരു ആരാധന തുടങ്ങിയതായിട്ട് കേട്ടു, അറിഞ്ഞു. അവിടെ ഭക്ഷണമൊക്കെ കൊടുക്കേണ്ടെന്ന് പാസ്റ്റർ ഭക്ഷണം കൊടുത്തു എന്നൊക്കെ കേട്ടു. അദ്ദേഹം ഒരു പലചരക്ക് കട നടത്തുന്നുണ്ട്. അദ്ദേഹം അവിടുന്ന് ഒരു ചാക്ക് അരിയും കൊണ്ട് വന്നതാണ്. ഒന്ന് ഓർത്ത് നോക്കി, ഒരു ചാക്ക് അരിയും കൊണ്ട് വന്നത്. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച നിരവധി ഘട്ടങ്ങളുണ്ട്. ആ മനുഷ്യൻ്റെ വീട് കണ്ടാലും ഒരു ചെറിയ വീടായിരുന്നു. ഞാൻ ആ വീട്ടിൽ പോയി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ആ മനുഷ്യൻ വേണമെങ്കിൽ എൻ്റെ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇപ്പോഴും. അദ്ദേഹത്തോട് ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞു, ഈ അവസ്ഥ ഇത്ര ശോചനീയമാണെങ്കിലും ഈ അവസ്ഥയ്ക്ക് ദൈവം പരിഹാരം വരുത്താൻ പോകാൻ മാറ്റം തരുമെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് പോരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഗൾഫിൽ നല്ലൊരു ജോലി കിട്ടി. അദ്ദേഹം ഗൾഫിൽ പോകാനിട വന്നു. അവിടെ പോയി സമ്പാദിക്കാനിട വന്നു. വീട് മുഴുവൻ പൊളിച്ച് പുതിയ വീട് പണിത്. ഞാൻ പോരുന്നതിന് മുമ്പ് അവിടെ പ്രാർത്ഥന നടത്തി കയറിത്താമസം നടത്തിയതിനു ശേഷമാണ് സന്തോഷത്തോടെ പോരാനായിട്ട് വന്നത്. ദൈവം ചെയ്ത അത്ഭുതം, അത്ര വലിയ നന്മ അവർക്കും ചെയ്തു കൊടുക്കാനായിട്ട് വന്നു. എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ സ്നേഹിക്കുന്നതിന്റെ വിധങ്ങളെക്കുറിച്ച് നമ്മൾ വിവരിക്കാൻ പോയാൽ പറയാൻ പറ്റില്ല, അത്ര മാത്രമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും നടത്തിയത് എങ്ങനെയാന്ന് ഓർക്കുമ്പോൾ, എങ്ങനെയാ ഓരോ ദിവസം മുന്നോട്ട് പോയെന്ന് ഓർക്കുമ്പോൾ നമ്മൾ അറിയാതെ സ്നേഹം സഹിക്കാൻ വയ്യാതെ കർത്താവെ ഇത്ര സ്നേഹിക്കില്ലേ എന്ന് പറഞ്ഞു പോകും. അങ്ങനെ ഹൃദയം നുറുങ്ങുന്നതിനെ കുറിച്ച് അവിടെ പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക്. അങ്ങനെ നിനക്ക് ദൈവസ്നേഹത്തിന്റെ ഒരു നുറുക്കം വന്ന, സ്നേഹം തിരിച്ചറിഞ്ഞിട്ട് ഹൃദയം നുറുങ്ങുമ്പോൾ ഉണ്ടല്ലോ, കർത്താവ് അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ട്. അത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ പേരാ ഫ്രണ്ട്ഷിപ്പ്. അവന്റെ സാഹിത്യം അവന്റെ ഭക്തന്മാർക്ക് ഉണ്ടാകുന്ന പറയുന്നത്, എനിക്ക് നല്ല കൂട്ടാ എൻ്റെ കർത്താവ്. എൻ്റെ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ പറ്റുന്നുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാം ഷെയർ ചെയ്യുന്ന സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. വേറെ ആരുമല്ല സപ്പോർട്ട് ചെയ്യുന്നത്. ഓരോ ഘട്ടങ്ങളിലും കർത്താവ് സപ്പോർട്ട് ചെയ്യുക, ഓരോ ദിവസവും എന്നെ നടത്തുക. ഇതാ ദൈവമക്കളെ ഇതിൻ്റെ മറ്റൊരു ഭാഗം പറയാനുള്ളത്. അപ്പോൾ ഹൃദയം നുറുങ്ങുന്ന രണ്ടാമത്തെ ഘട്ടം ഞാൻ പറഞ്ഞു. ഒന്ന്, മറ്റുള്ളവർ ദ്രോഹിക്കുന്നതിൻ്റെ ഫലമായിട്ട് മുറിവേക്കും. അങ്ങനെ മുറിവേറ്റ് കഴിഞ്ഞ് കഷ്ണം മുറിഞ്ഞതുപോലെ പീസുകളായി മാറിയതുപോലെ ഓരോ ഭാഗത്തും ഓരോ കഷ്ണങ്ങളിലും ദൈവസ്നേഹം വന്ന് നിറയുന്നത് കാണാനായിട്ട് കഴിയും. ആരോഗ്യ മേഖലയാകട്ടെ, സാമ്പത്തിക മേഖലയാകട്ടെ, ആത്മീക മേഖലയാകട്ടെ, ഏതൊക്കെ വിഷയങ്ങളുണ്ടോ, എവിടെയൊക്കെ നുറിഞ്ഞിരിക്കുന്നോ അവിടെയൊക്കെ കർത്താവിൻ്റെ സ്നേഹം വന്ന് നമ്മൾ ഫില്ല് ചെയ്യുന്നത് തിരിച്ചറിയാനായിട്ട് കഴിയും. ഞാൻ മൂന്നാമത്തെ ഒന്നും കൂടെ പറയാം. 22-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം നമുക്ക് പരിചയമുള്ള സങ്കീർത്തനമാണ്. 22-ാം സങ്കീർത്തനം, കർത്താവിൻ്റെ കാൽവരി ക്രൂശിനെ കുറിച്ച് പറയുന്ന സങ്കീർത്തനം 22-ന്റെ പദം. എന്റെ ഹൃദയം മെഴുകുപോലെയായി. അവിടെ പറയുന്നത് എന്റെ ഹൃദയം അതേപ്പോഴാ മെഴുകുപോലെയായി എന്ന് പറഞ്ഞാൽ അങ്ങ് ഉരുകുക. അങ്ങനൊരു അനുഭവമുണ്ട്. മൂന്നാമത്തെ ഘട്ടം ഞാൻ പറയാൻ പോവാ. അതേതാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. അത് പക്ഷേ നമ്മളൊക്കെ അറിയുന്ന അനുഭവം തന്നെ. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമൊന്നും വേണ്ട, ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന അനുഭവം. എന്താ അനുഭവം എന്ന് അറിയോ? പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല. സങ്കീർത്തനം തുടങ്ങുന്ന, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? എന്റെ ഞരക്കം കണ്ടിട്ട് അകന്ന് കളഞ്ഞിരിക്കുക. കേൾക്കുന്നില്ല, ശബ്ദമൊന്നും കേൾക്കുന്നില്ല, മറുപടി ഒന്നും കിട്ടുന്നില്ല. ദൈവമക്കളെ, ദൈവകൃപയെ വന്നു, വിഷയങ്ങളൊക്കെ പ്രാർത്ഥിച്ച ഉടനെ മറുപടി കിട്ടുന്നുള്ള നല്ല പ്രതീക്ഷയോടെ അനുഭവത്തോടെ കൂടി കൃപയെ വന്നത്. എന്നിട്ട് ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് മറുപടി കിട്ടുന്നില്ല. എത്ര നാളായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്? ഒരു വട്ടം, 2 വട്ടം, 3 വട്ടം എന്നല്ല, പലവട്ടമായിട്ട് നിരന്തരമായി പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാതെ വരുമ്പോ ആരും അറിയുന്നില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ മെഴുകുപോലെ ഉരുകുന്ന ഒരു ഹൃദയമുണ്ട്. പുറത്ത് ചിരിച്ചു കാണിക്കും, എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ, ഞാനതിനെ കുറിച്ച് ഭാരപ്പെടുന്നൊന്നുമില്ല, ഞാൻ കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരു ആശ്വാസവാചനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഹൃദയം മെഴുകുപോലെ ഉരുകിയിരിക്കുക. ഒരു ഉറപ്പില്ല. ഇതെന്ന് സംഭവിക്കുന്ന അറിഞ്ഞുകൂടാ. ഒരു ഉറപ്പില്ലാതെ ഉരുകിയിരിക്കുന്ന ഒരു അനുഭവമാണ്. ആ അനുഭവം നടക്കുന്ന സമയത്ത് പറയാനുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ. ആ ഒരു അനുഭവം ഞാൻ പറയാം. അത് പൗലോസിന്റെ അനുഭവത്തൊന്നും കൂടെ പറയാം. പഴയ നിയമം മാത്രമല്ല, എപ്പോഴും പുതിയ നിയമം കൂടെ കൊണ്ടുവരണ്ടല്ലോ. പൗലോസ് വേദനപ്പെട്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ കുത്തുന്ന ഒരു സാത്താൻ നിന്ന് കുത്തിക്കൊണ്ടിരിക്കുക, ശൂലം കൊണ്ട് കുത്തുക. അതികഠിനമായ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുക, കഷ്ടവും ക്ലേശം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതൊന്നും മാറിക്കിട്ടണമെന്ന് പറഞ്ഞിട്ട് 3 വട്ടം പ്രാർത്ഥിച്ചു, മാറിയില്ല. നമ്മുടെ സെയിം അനുഭവം, മാറിയില്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലെന്ന്.
അപ്പം ഉണ്ടാകുന്ന അനുഭവമാണ് ഹൃദയം മെഴുകുപോലെയാണ് സമയത്ത്. പക്ഷെ അങ്ങനെ മെഴുകുപോലെ ആകുമ്പോൾ കർത്താവ് നമ്മെ കൈവിടില്ല. കർത്താവ് പറയാ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ. ഉരുകി ഇങ്ങനെ ഒരു ശക്തിയില്ലാത്ത ഹൃദയത്തിന് അവൻ ബലം പകർന്നു കഴിയുമ്പോൾ അത് ബലഹീനതയിൽ അങ്ങ് തികഞ്ഞു വരും. എൻ്റെ കൃപ, സ്തോത്രം. എങ്ങനെ പിടിച്ചു നിന്നെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരുന്നിട്ടും എങ്ങനെയാ പിടിച്ചു നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, കൃപ കൊണ്ടാ, കൃപയാല ഞാൻ വിശ്വാസം മൂലം നിൽക്കുന്നതെന്ന് പറയുന്നത് പോലെ. നമുക്കിതുവരെ നിൽക്കാൻ പറ്റിയ കാര്യങ്ങളുടെ കാരണം എന്താന്ന് ചോദിച്ചാൽ കൃപ മൂല. പലരും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പിന്മാറിപ്പോയപ്പോ നമ്മൾ എന്ത് ചെയ്തു എന്ന് അറിയാമോ? ഞാൻ ആദ്യം തൊട്ടേ പറയുന്നു, വിഷയങ്ങൾ എന്ത് വന്നാലും ഹൃദയത്തിനുണ്ടാകുന്ന എല്ലാ വേദനയിലും ഒരേ കാര്യം ചെയ്യാനുള്ളൂ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. പൗലോസ് പ്രാർത്ഥിച്ചു, 1 വട്ടം പ്രാർത്ഥിച്ചു, 2 വട്ടം പ്രാർത്ഥിച്ചു, 3 വട്ടം പ്രാർത്ഥിക്കുമ്പോഴെങ്കിലും തിരിച്ചറിവ് കിട്ടി. ആ ശബ്ദം കേട്ടു, എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറയുന്ന ശബ്ദം കേട്ടു. എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും മറുപടി കിട്ടാതെ ഹൃദയം മെഴുകു പോലെ ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൽ നിന്ന് ഒരു കൃപ ലഭിക്കുന്നുണ്ട്. ആ കൃപ നമ്മെ ശക്തിപ്പെടുത്തും, നമ്മുടെ ബലഹീനതയിലെ അത് തുടർന്ന് നിൽക്കുകയും ചെയ്യും. അതാണ് ദൈവത്തിൻ്റെ കൃപ. ആ കൃപ നമ്മളെ അനുഭവിക്കാനായിട്ട് കഴിയട്ടെ. ഇനി ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ വാക്കുകളെ ചുരുക്കുക. ഒരെണ്ണം കൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാം. 55 സങ്കീർത്തനം 55 4-ാമത്തെ വാക്യം. എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ മരണഭീതിയും എന്റെ മേൽ വീണിരിക്കുന്നു. എന്താ വിഷയം? ഞാൻ ചിന്തിക്കുന്നത്, മരണഭീതി എന്നെ വീണിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ വിധി എഴുതി, ഇത് ഒരു മാരകമായ രോഗമാണ്, അതിന്റെ തുടക്കമാ, ഇത് നിനക്കുണ്ട്, ഇതിന് വലിയ ഹോപ്പില്ല, മെഡിസിൻ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല, 1000-ൽ ഒരാൾക്ക് വരുന്ന രോഗമാ, ഡിസീസാന്നൊക്കെ പറഞ്ഞു. അതിന്റെ പേര് സിൻഡ്രോമും ഒക്കെ ചേർത്ത് അവർ പറഞ്ഞു. അവരവരുടെ ഭാഷയൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയത്തിന് ആരോടും പറയാതെ ഒരു വേദന വരുന്നുണ്ട്. ഈ വേദന വരുന്ന സമയത്ത് നമുക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. എന്താ പറയാനുള്ളത്? എന്താ വേദന? മരണത്തെക്കുറിച്ചുള്ളൊരു വേദനയും കൂടെ വന്നിരിക്കുന്നു, മരണത്തെക്കുറിച്ചുള്ളൊരു ഭീതിയും കൂടെ. മരണത്തെക്കുറിച്ചുള്ളൊരു ഭീതിയും കൂടെ വന്നു കഴിഞ്ഞാൽ വല്ലാത്ത വേദനയാണ് മരണവേദന, മരണത്തെക്കുറിച്ചുള്ളൊരു വേദന. അത് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, എൻ്റെ കർത്താവ് ഗെത്സമന തോട്ടത്തിൽ അവിടെ പറയുന്നുണ്ടല്ലേ, അവൻ അതിമതയിലായി. മരണം തൊട്ടു മുമ്പ് കാണുക സംഭവിക്കാൻ പോകുന്ന കാര്യം. നമുക്കുണ്ടായതിനെ പോലെ തന്നെ സംഗതി പറയുക. താങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നിട്ട് ബ്ലഡൊക്കെ പുറത്തു വരാൻ തുടങ്ങി, വേർപ്പുരന്തിയിലൂടെ പുറത്തേക്ക് വരാൻ തുടങ്ങി, ബ്ലഡൊക്കെ പുറത്തു വരാൻ തുടങ്ങി. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ശുശ്രൂഷ കാലഘട്ടത്തിൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ എൻ്റെ വെള്ള ഷർട്ട് ചുമന്നു, വേർത്ത് കഴിഞ്ഞാൽ ആ വേർത്ത ഭാഗമൊക്കെ ചുവന്ന കളറായിട്ടിരിക്കും, പിന്നെ ആ ഷർട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, രക്തക്കറ പിടിക്കുക. വല്ലാത്തൊരു വിഷയം വന്നു. ഇതെന്താ സംഭവിക്കണമെന്ന് മനസ്സിലാകുന്നില്ല. പിന്നീട് നോക്കുമ്പോൾ പിക്കിളിൽ നിന്ന് ബ്ലഡ് പുറത്തു വരുന്നുണ്ട്. ഇതെന്താ സംഭവിക്കുന്നത് പറഞ്ഞുകൂടാ. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ സംഗതി ഒന്നുകൂടെ മാറ്റം വന്നു. മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നിറം രക്തമാണ്. ഇതെന്താ സംഭവിക്കുന്നത്? എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ ഒരു ടെസ്റ്റിനും നടത്താൻ പോയില്ല, ഒരു ട്രീറ്റ്മെൻറ്റിനും പോയില്ല. എല്ലാവർക്കും ഒരു പേടിയായി, എല്ലാവർക്കും ഒരു വിഷമമായി. എന്താ ഇങ്ങനെ ചെയ്യുന്നത്, എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. എനിക്ക് മനസ്സിലായി, കർത്താവിൻ്റെ വേല ചെയ്യുന്ന സമയത്ത് എന്നെ തകർക്കാനായിട്ട് ദുഷ്ടം പദ്ധതിയിട്ട് വന്നതാ. ഇത് ശത്രുവിൻ്റെ പോരാട്ടമാണ്, ഇത് രോഗമൊന്നുമല്ല. ഈ രോഗത്തിന് പിന്നാലെ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും സംഗതി വേറെ വല്ലതായി മാറും. അതിലും നല്ലത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. എൻ്റെ ദൈവത്തിന് കഴിയാത്തൊന്നുമില്ല. എനിക്ക് അപ്പോൾ കിട്ടിയൊരു ദർശനം ഇതാണ്. ഗെത്സമന തോട്ടത്തിൽ കർത്താവ് ഉയർത്തപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദൂതനെ അയച്ചു കൊടുത്തു എന്നാണ് വായിക്കുന്നത്. ശക്തിപ്പെടുത്താൻ ഒരു ദൂതൻ വന്നു. ഞാൻ അത് പറഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവേ ഒരു ദൂതൻ വന്ന് എന്നെ ശക്തിപ്പെടുത്തിയാൽ മതി, എന്നെ ഒന്ന് ധൈര്യപ്പെടുത്തിയാൽ മതി. ആ ദൂതൻ വന്ന് എന്നെ ശക്തിപ്പെടുത്തുന്ന ഞാൻ തിരിച്ചറിഞ്ഞു. അത് പൂർണ്ണമായി മാറി. അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാതെ കർത്താവ് എന്നെ വിടുവിച്ചു, എല്ലാറ്റിനും വിടുവിച്ചു. അതിനുവേണ്ടി ഒരു ട്രീറ്റ്മെൻറ്റിനോ പോകാനോ ഒന്നിനും വേണ്ടി വന്നില്ല. ഇതാ ഞാൻ പറഞ്ഞത്, മരണവേദന വരുന്ന സമയത്തും ചെയ്യാനുള്ള ഒരു കാര്യമുള്ളൂ, ആ വിഷമത്തോടു കൂടി ഒന്ന് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു കല്ലേറ് ദൂരത്തോളം മാറി നിന്നിട്ട് എന്ന് പറഞ്ഞാൽ മറ്റെല്ലാറ്റിൽ നിന്നും മാറി നിന്നിട്ട് ഈ വിഷയം മാത്രം പറഞ്ഞുകൊണ്ട് മുട്ടുകുത്തി ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം,
മുട്ടുകുത്തി ഒന്ന് പ്രാർത്ഥിച്ചാൽ ഒരു ദൂതൻ അടുത്ത് വന്ന് നമ്മളെ ആശ്വസിപ്പിച്ച് നമ്മളെ ശക്തിപ്പെടുത്തുന്ന ബലപ്പെടുത്തുന്ന കൃപ അനുഭവിച്ചറിയാൻ കഴിയും. അങ്ങനെയെങ്കിൽ സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യം കൂടെ ഒരു പ്രാവശ്യം കൂടെ വായിച്ച് ഞാനിവിടെ വാക്കുകൾ നിർത്തുകയാണ്. 31-ാമത്തെ വാക്യം, 109-31. അവന്റെ വലത്തുഭാഗത്ത് നമ്മളെ രക്ഷിപ്പാൻ നമ്മുടെ വലത്തുഭാഗത്ത് നിൽക്കുന്ന കർത്താവിന് ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ ഒക്കെ കാണട്ടെ. ശാപങ്ങളും അതിന് മുടിഞ്ഞു പോകുന്ന അനുഭവങ്ങളും ഒന്നുമല്ല നമ്മൾ കാണേണ്ടത്. നമുക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ വരുന്ന സമയത്ത് കർത്താവ് എന്നെ രക്ഷിപ്പാൻ എൻ്റെ വലത്തുഭാഗത്ത് വരുന്നതെന്ന് ചിന്തിച്ചാട്ടെ. ഈ ദിവസങ്ങളിൽ, ഈ ആഴ്ചയുടെ ദിവസങ്ങളിൽ വരാൻ പോകുന്ന സകല വിപത്തുകളിൽ നിന്നും സകല ദുഃഖ കാരണങ്ങളിൽ നിന്നും വിടുവിക്കാനായി കർത്താവ് ഇന്ന് നമ്മോട് കൂടെ ഉണ്ട്. അവൻ നമ്മോട് കൂടെ തന്നെ സഞ്ചരിക്കാൻ പോകുക. അവൻ നമ്മോട് കൂടെ നമ്മുടെ ഭവനത്തിലേക്ക് വരാൻ പോകുക. അവൻ നമ്മോട് കൂടെ ഇരിക്കാൻ പോകുക. അവൻ നമ്മുടെ വലത്ത് ഭാഗത്ത് തുണയായി, തണലായി, നമ്മുടെ രക്ഷകനായി, നമ്മുടെ വീണ്ടെടുപ്പുകാരനായി അവൻ നമ്മോട് കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ അല്പനിമിഷത്തിൽ സ്തുതിച്ചാലായിട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമ്മെ വിവരങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.